മാളികപ്പുറം എന്ന് പറയുന്ന മലയാള മൂവി ഏറെ ആളുകൾ കണ്ട സിനിമ. ആ സിനിമയിലെ ആ രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു പ്രദേശത്തേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. ഇത് കേരളത്തിലെ പമ്പ എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്ത് ഞങ്ങൾ ബൈക്ക് റൈഡിങ്ങിനായിട്ട് എത്തിച്ചേർന്നതാണ്. നല്ല ഒരു പ്രദേശത്തേക്ക് ഒരു ബൈക്ക് റൈഡ് നടത്തണം എന്ന നിർദ്ദേശം ഞങ്ങൾക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടവകയിലെ കൈക്കാരുമായൊരു മൊത്തമുള്ള ഒരു യാത്രയാണ് ഉദ്ദേശിച്ചത്. രണ്ടു കൂട്ടർക്കും റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് തന്നെയുണ്ട്. അതുകൊണ്ട് ബുള്ളറ്റ് റൈഡാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പക്ഷേ കേരളത്തിന്റെ മനോഹരമായ ഒരു സ്ഥലമായിരിക്കണം. അവസാനം ഞങ്ങൾ എത്തിച്ചേർന്ന ഈ ഒരു സ്ഥലം, അത് മാളികപ്പുറം എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ആ സിനിമയിലെ രംഗങ്ങൾ മുഴുവനും ഷൂട്ട് ചെയ്ത ഈ ഒരു പ്രദേശത്ത് ഞങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. ഞങ്ങൾ പ്രദേശം മലമുകളിലേക്ക് കയറുക എന്നുള്ളതല്ല, പമ്പയിലെ ആകമാന ഒരു വീക്ഷണം ഒപ്പിയെടുക്കുക, നല്ല ഒരു ബൈക്ക് റൈഡ് നടത്തുക, ഈ ഒരു പ്രദേശം മുഴുവനും ആകമാന ഒരു വീക്ഷണം നടത്തി തിരികെ പോവുക എന്നുള്ളതാണ്. ഞങ്ങൾ നടന്നു നീങ്ങുന്നതിനിടയിലാണ് ആ ഒരു രംഗം ഈ ഒരു വീഡിയോയിൽ ഇപ്രകാരം ഞങ്ങൾ പകർത്തിയത്. ഒരു കൂട്ടം പൂമ്പാറ്റകൾ പാറി പറന്ന് നടക്കുകയാണ്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ത്രിവേണി പാലമാണ്. ആ പാലത്തു നിന്നുള്ള ഒരു രംഗം കൂടിയാണ് അവസാനമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാളികപ്പുറം എന്ന് പറയുന്ന മനോഹരമായ സിനിമയിലെ ഒത്തിരിയേറെ രംഗങ്ങൾ ഷൂട്ട് ചെയ്ത ഈ ഒരു പ്രദേശം ഇന്ന് ജലത്തിന്റെ ലഭ്യത കുറഞ്ഞ നിലയിലാണ് ഞാൻ കാണുവാൻ സാധിക്കുന്നത്. ഒരു അണക്കെട്ട് മൂലം അത് ബന്ധിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് കൈക്കാരന്മാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആവശ്യ അനുസരണം ആ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തുമ്പോൾ മാത്രമാണ് ഈ ഒരു പമ്പയിലെ യഥേഷ്ടം ജലം എത്തിച്ചേരുന്നതെന്നും ധാരാളം ആളുകൾക്ക് അത് യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുകയാണ്. സീസൺ അനുസരിച്ചാണ് അത് തുറന്നു വിടുന്നതൊക്കെ ചെയ്യുന്നത്. ആളുകൾ കൂടുതലായിട്ട് എത്തിച്ചേരുമ്പോൾ ജലത്തിന് ലഭ്യത ധാരാളമായിട്ട് വേണമല്ലോ. ആ ഒരു സൗകര്യാർത്ഥമായിരിക്കാം ഒരു പക്ഷേ ഈ അണക്കെട്ട് പോലും പ്രവർത്തിക്കുന്നത്. ജലത്തിന്റെ ലഭ്യത കൂടുതലുള്ള സമയത്ത് അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്ന് യഥേഷ്ടം ഈ ഒരു നദിയിലേക്ക് ജലലഭ്യത കൂടുതൽ വരുത്തുകയും അതനുസരിച്ച് ആളുകൾക്ക് യഥേഷ്ടം അത് ഉപയോഗിക്കുവാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രദേശത്തേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. ഏതായാലും ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം ഒരു ആകമാന വീക്ഷണം നടത്താനും ഞാൻ മറന്നില്ല.